പൂരങ്ങൾക്കും പള്ളിപ്പെരുന്നാളുകൾക്കും കൃത്യമായി എത്തുന്ന തൃശൂർ MP സുരേഷ് ഗോപിയെക്കുറിച്ച് കുറച്ചു നാളുകളായി വിവരമൊന്നുമില്ല. ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരടക്കം സുരേഷ് ഗോപി എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നീ ഗുരുതര വകുപ്പുകൾ ചുമത്തി മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ജൂലൈ 26-നാണ്. അതിനുശേഷം സുരേഷ് ഗോപിയെ കാണാനില്ലെന്നതാണ് പരാതി. ജൂലൈ 28-ന് വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാൾ ആശംസകൾ നേർന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സുരേഷ് ഗോപി ഇതേ അൽഫോൺസമ്മയുടെ പാത പിന്തുടർന്ന് കന്യാസ്ത്രീ ജീവിതം തിരഞ്ഞെടുത്ത 2 മലയാളി സ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുന്നതിനെതിരെ കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതേക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലുമില്ല. ലോക്സഭാ അംഗമാകുന്നതിന് മുൻപും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ സജീവമായിരുന്നു. അന്നും അൽഫോൺസമ്മയുടെ തിരുനാളും ദുക്രാന തിരുനാളും ഒക്കെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. എന്നാൽ തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുത്ത ശേഷം മാത്രം സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സമൂഹത്തോട് തോന്നിത്തുടങ്ങിയ പ്രത്യേക സ്നേഹം പരിഗണിച്ചെങ്കിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ 2 വാക്ക് പ്രതികരിക്കാമായിരുന്നുവെന്ന് തൃശ്ശൂർകാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാനും ഒക്കില്ല. ഒരു കേന്ദ്രമന്ത്രിയെ കാണാനില്ലെന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണെന്നും സുരേഷ് ഗോപി BJPയിൽ നിന്ന് രാജിവെച്ച് പോയോ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കണമെന്നും മന്ത്രി V ശിവൻകുട്ടി പരിഹസിച്ചു. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പറഞ്ഞ് KSU കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. MP-യെ കാണാനില്ലെന്ന് പറഞ്ഞ് സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർ പരാതി കൊടുക്കേണ്ടി വരുന്നു. സുരേഷ് ഗോപിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ മിലിത്തിയോസിൻ്റെ കയ്യിൽ നിന്നാണ്. ഞങ്ങൾ തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിനെ അറിയിക്കണോ എന്ന ആശങ്ക എന്ന 2 വരികൾ കൊണ്ട് യൂഹാനോൻ പിതാവ് അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി വധം നടപ്പിലാക്കി. സുരേഷ് ഗോപി എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് BJP നേതാവ് MT രമേശ് നൽകിയ $1 മില്യൺ മറുപടി ഇങ്ങനെയാണ്: സുരേഷ് ഗോപിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാലേ നിങ്ങൾക്ക് സമാധാനമാകൂ എങ്കിൽ ഞാൻ പറയാം അദ്ദേഹത്തോട് മറുപടി പറയാൻ. അതായത് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വരുന്നത് ഏത് ടൈപ്പ് വർത്തമാനമാകുമെന്ന് BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും നല്ല ബോധ്യമുണ്ടെന്ന് സാരം. എന്തായാലും തൃശ്ശൂരിലെ ഒരു വോട്ടർ എന്ന നിലയിൽ സുരേഷ് ഗോപി ഞങ്ങളുടെ MP ആയതുകൊണ്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: സുരേഷ് ഏട്ടാ, നിങ്ങൾ തിരിച്ചു വരണം. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല. BJPയുടെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചും ഞങ്ങൾ ചോദിക്കില്ല. തൃശ്ശൂരിലെ കൃത്രിമ വോട്ട് ആരോപണത്തെക്കുറിച്ചും ഞങ്ങൾ ചോദിക്കുന്നില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കളക്ഷനെ കുറിച്ചും ഞങ്ങൾ എന്തായാലും ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഉറപ്പിന്മേലെങ്കിലും ഞങ്ങളുടെ MP സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചു വരട്ടെ.